ജീവനക്കാരുടെ ശമ്പളം എല്ലാ മാസവും 1-ാം തീയതി നൽകാമെന്ന വാക്ക് ഗതാഗത മന്ത്രി വാക്ക് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് പണിമുടക്കാൻ പ്രതിപക്ഷ സംഘടന. ഫെബ്രുവരി 4-ന് KSRTC ജീവനക്കാർ പണിമുടക്കുമെന്ന് TDF അറിയിച്ചു. DA കുടിശ്ശിക അനുവദിക്കുക, KSRTCയിലെ അഴിമതികൾ വിജിലൻസ് അന്വേഷണം നടത്തുക, KSRTCക്ക് പുതിയ ബസ്സുകൾ വാങ്ങുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. 35 ലക്ഷം ചെലവാക്കി മോടി പിടിപ്പിച്ച 13.5 വർഷം പഴക്കമുള്ള ഡബിൾ ടക്കർ ബസ് ഉദ്ഘാടനത്തിന് ശേഷം 15 ദിവസം കഴിഞ്ഞിട്ട് മൂന്നാറിൽ കൊണ്ടുപോകാൻ കഴിയാതെ തിരുവനന്തപുരത്ത് കിടക്കുകയാണ്. ഇത്തരം തുഗ്ലക് പരിഷ്കാരങ്ങളാണ് KSRTCയെ ഈ പരുവത്തിൽ എത്തിച്ചതെന്നും TDF വർക്കിംഗ് പ്രസിഡന്റ് M. വിൻസെന്റ് MLA പറഞ്ഞു. നിലവാരമില്ലാത്ത ബസ്സുകൾ സ്വിഫ്റ്റ് കമ്പനിക്ക് വാങ്ങിയതുൾപ്പെടെ മുഴുവൻ അഴിമതികളിലും സംസ്ഥാന വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും MLA ആവശ്യപ്പെട്ടു. കൃത്യമായി ശമ്പളം കൊടുക്കുന്നില്ല. ഇപ്പോൾ മന്ത്രി അവകാശപ്പെടുന്നത് ഞാൻ വന്നതിന് ശേഷം ഒരുമിച്ച് ശമ്പളം കൊടുക്കുന്നത് വലിയ കാര്യമായിട്ടാണ് മന്ത്രി അവകാശം.